നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിധിശേഖരമടങ്ങിയ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണവും വജ്രവും ഉൾപ്പെടെയുള്ളവ ഇടയ്ക്കിടെ കാണാതാകുന്നു എന്ന പോലീസിന്റെ കണ്ടെത്തൽ. ഇത് അതീവ ഗൌരവകരമാണെന്ന് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര സെക്രട്ടറിക്ക് DGP റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിക്കുന്ന വജ്രാഭരണമായ വൈരനാമ കുറച്ചു നാളുകളായി കാണാനില്ലെന്ന് റിപ്പോർട്ട്. 6 മാസം മുൻപ് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി എന്നാണ് രേഖ. വിശ്വാസികൾ സംഭാവന നൽകിയ 78 ഗ്രാമോളം സ്വർണത്തിലും കുറവുണ്ട്. സ്വർണ്ണവിളക്ക് അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കൊണ്ടുപോയിട്ട് 6 മാസമായിട്ടും തിരികെ വന്നില്ലെന്നുമാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. ഇന്റലിജൻസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഞെട്ടിക്കുന്ന ഈ സാഹചര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ സൂക്ഷിക്കാൻ കർശന നടപടികൾ നിർദ്ദേശിച്ച DGP നിലവറയ്ക്ക് പുറത്തുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും എത്രയും വേഗം സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം. വിശ്വാസികൾ സംഭാവനയായി നൽകുന്ന മുഴുവൻ വസ്തുക്കളും ലോക്കറിലേക്ക് മാറ്റി പോലീസ് കാവൽ ഏർപ്പെടുത്തണം. ഒരാളെ പോലും സുരക്ഷാ പരിശോധന കൂടാതെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്നുമാണ് നിർദ്ദേശം. ഈ നിർദ്ദേശങ്ങളിൽ സർക്കാർ ഇടപെട്ട് നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ കവടിയാർ കൊട്ടാരത്തിൽ കോടികളുടെ മോഷണം നടന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഈ കേസിൽ രാജകുടുംബം അന്വേഷണത്തിന് സഹകരിക്കുന്നില്ല എന്ന വിധത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊട്ടാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചതിന് പിന്നാലെയാണ് രാജകുടുംബം നിസ്സഹകരണം ശക്തമാക്കിയത്. ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പരാതിയുമായി രാജകുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി രാജകുടുംബം ഉന്നത ഉദ്യോഗസ്ഥരെ പരാതി അറിയിച്ചത് മാർച്ച് മാസത്തിലാണ്. മെയ് 15-നാണ് കവടിയാർ കൊട്ടാരത്തിൽ മോഷണം നടന്നെന്ന വാർത്ത പുറത്തുവന്നത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2 കോടി വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അടക്കം മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി നൽകിയ പരാതിയിൽ പേരൂർക്കട പോലീസാണ് കേസെടുത്തത്. 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കവർച്ച നടന്നതെങ്കിലും 4 മാസം കഴിഞ്ഞാണ് പോലീസിന് പരാതി ലഭിച്ചത്. ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുൻപ് അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ കാണാതായ വിവരം മനസ്സിലായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിനും 10 ദിവസം മുൻപ് വരെ ആഭരണം അവിടെ ഉണ്ടായിരുന്നതായും പരാതിയിൽ വിവരിക്കുന്നുണ്ട്. കൊട്ടാരത്തിലുള്ളവർ തന്നെ എടുത്തതാകാമെന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ നടത്തിയ അന്വേഷണം ഫലം കാണാതെ വന്നതോടെയാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കൊട്ടാരത്തിൽ നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ പോലീസിനും കഴിഞ്ഞില്ല. വിശദമായി പരിശോധിച്ചെങ്കിലും സംശയിക്കത്തക്ക വിരലടയാളങ്ങളും ലഭിച്ചില്ല. ചെന്നൈ, ബംഗളൂരു എന്നീ ദക്ഷിണേന്ത്യൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പൗരാണിക ആഭരണങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുള്ള നീക്കം നടന്നിരുന്നു. സമാന രീതിയിൽ പൗരാണിക ആഭരണങ്ങൾ മോഷണം പോയതിന്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. ഈ മോഷണ കേസിൽ അന്വേഷണം കാര്യമായി എങ്ങും എത്താത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അതിനിടയിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണ വാർത്തയും പുറത്തുവരുന്നത്. ക്ഷേത്രത്തിലെ ചില ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജകുടുംബവുമായി അടുപ്പമുള്ളവരും മറ്റൊരു പ്രവേശന കവാടത്തിലൂടെ സുരക്ഷാ പരിശോധനകൾ ഒഴിവാക്കി ക്ഷേത്രത്തിലേക്ക് കടക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ആദിത്യവർമ്മയുമായി ബന്ധമുള്ള ചില വ്യക്തികൾ സുരക്ഷാ ക്രമീകരണം മറികടന്ന് ക്ഷേത്രത്തിൽ കയറുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന് DGP റിപ്പോർട്ട് നൽകിയത്. അനന്തശായിയായി മഹാവിഷ്ണുവാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. 18 അടി നീളം വരുന്ന വിഗ്രഹം. തമിഴ്നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളോടും കിടപിടയ്ക്കുന്ന ശില്പചാരുതയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം. തമിഴ് ശൈലിയിൽ നിർമ്മിച്ച 7 നിലകളോടുകൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയാണ്. ക്ഷേത്രഗോപുരത്തിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു. ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവിടുത്തെ ശീവേലിപ്പുരയും ഒറ്റയ്ക്കൽ മണ്ഡപവുമാണ്. ശീവേലിപ്പുരയിൽ 365 കരിങ്കൽ തൂണുകളുണ്ട്. ഓരോ തൂണും ഒറ്റയ്ക്കൽ കൊണ്ടുണ്ടാക്കിയതാണ്. 4000 ആശാരിമാരും 6000 തൊഴിലാളികളും 100 ആനകളും ചേർന്ന് 6 മാസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയത് എന്നത് വിസ്മയിപ്പിക്കുന്ന ചരിത്രം കൂടിയാണ്. ഈജിപ്തിലെ ഫറവോമാരുടെ ശവകുടീരങ്ങളായ പിരമിഡുകളിലും മാന്ത്രിക കഥകളിലും ഒക്കെ കുന്നുകൂടി കിടക്കുന്ന സ്വർണ്ണ നാണയങ്ങളുടെയും രത്നശേഖരത്തിന്റെയും കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കേട്ട പഴങ്കഥകളുടെ യാഥാർത്ഥ്യമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരം. ക്ഷേത്രത്തിനുള്ളിലെ 6 നിലവറകളിലായി ആയിരക്കണക്കിന് കോടി വില വരുന്ന അമൂല്യ നിധിശേഖരമുണ്ട്. രാജാക്കന്മാരുടെ കാലത്ത് കാണിക്കയായി മറ്റും സമർപ്പിക്കപ്പെട്ട സ്വർണവും രത്നവും ഒക്കെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.